15 സെൻറ്റ് ഭൂമി എ കെ ആൻ്റണി അനുവദിച്ചതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 1977 എ കെ ജി മരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ ഇ കെ നായനാർ എ കെ ജി സ്മാരക സമിതിയുടെ പേരിൽ എ കെ ജിയുടെ പേരിൽ ശാസ്ത്രീയ സോഷ്യലിസം പഠിക്കുന്നതിന് വേണ്ടി ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് ഒരു ലൈബ്രറിയും ഒരു ഓഫീസും ഒരു ഹാളും നിർമ്മിക്കുന്നതിന് വേണ്ട സ്ഥലം വേണമെന്നാണ് ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയും എം ജി കോളേജ് പ്രിൻസിപ്പലായിരുന്ന എം പി മന്മഥൻ, സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന സി നാരായണപിള്ള, ശ്രീമതി ലക്ഷ്മി എൻ മേനോൻ തുടങ്ങിയ സാമൂഹ്യ രംഗത്തെ പ്രതിഭകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കമ്മിറ്റിയാണ്. ആദരണീയനായ എ കെ ജിയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് സ്ഥാപനം വേണമെന്ന് പറയുമ്പോൾ എ കെ ആൻ്റണി സാർ സ്ഥലം കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ ഈ 15 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുത്തപ്പോൾ ഇത് തീർച്ചയായിട്ടും അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ കെട്ടിടം കെട്ടാൻ കഴിയില്ല എന്നുകൊണ്ടാവാം കേരള സർവകലാശാലയോട് കൂടുതൽ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടു. RS കൃഷ്ണൻ എന്ന് പറയുന്ന വളരെ കർക്കശക്കാരനായ ഒരാളായിരുന്നു വൈസ് ചാൻസലർ. അദ്ദേഹം ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഭൂമി വിട്ടുകൊടുക്കത്തില്ല. തൊട്ടടുത്ത ഡോക്ടർ വി കെ സുകുമാരൻ നായർ അദ്ദേഹം വൈസ് ചാൻസലറായി വന്നപ്പോൾ സർവകലാശാല കൂടെ 15 സെൻറ്റ് സ്ഥലം കൊടുക്കുന്നു. സർവകലാശാലയ്ക്ക് അങ്ങനെ സ്ഥലം കൊടുക്കാൻ അവകാശമില്ല. ഈ ഭൂമി സർക്കാരിൻ്റെ വകയാണ്, യൂണിവേഴ്സിറ്റി വിട്ടുകൊടുക്കുന്നു. ആ ഭൂമിയിൽ എപ്പോൾ വേണമെങ്കിലും സ്ഥലം പിൻവലിക്കാനുള്ള അവകാശം സർക്കാരിന് വെച്ചുകൊണ്ട് 1944 ഗവൺമെൻറ് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്.